അടൂരിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് മിഴിവേകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ 1 ഗ്രാം ജ്വല്ലറി. നിഖിൽ 1 ഗ്രാം ജ്വല്ലറി ആൻഡ് സിൽവർ പാലസ് നിയർ കാരുണ്യ ഐ ഹോസ്പിറ്റൽ, അടൂർ. സൈബർ തട്ടിപ്പുകാർ ആധാർ ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഭയപ്പെടുത്തി വീട്ടമ്മയിൽ നിന്നും 50 ലക്ഷത്തോളം തട്ടിയ കേസിൽ 2 സ്ത്രീകളെ കോയിപ്പുറം പോലീസ് പിടികൂടി. കോഴിക്കോട് ചെറുവണ്ണൂർ കോളത്തറ കുന്നത്ത് കുരന്തയിൽ ശാരദാ മന്ദിരത്തിൽ 41-കാരി പി പ്രജിത ചെറുവണ്ണൂർ, കോളത്തറ താഴംചേരിൽ വീട്ടിൽ 35-കാരി ഷാനൌസി എന്നിവരെയാണ് കോഴിക്കോട് നിന്നും കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വെണ്ണിക്കുളം വെള്ളാറമലയിൽ പറമ്പിൽ വീട്ടിൽ സാം തോമസിന്റെ ഭാര്യ 56-കാരി ശാന്തി സാമാണ് സൈബർ കുറ്റകൃത്യത്തിന് ഇരയായത്. 2024 ജൂൺ 19 മുതൽ ജൂലൈ 8 വരെയുള്ള കാലയളവിലാണ് സൈബർ തട്ടിപ്പിനിരയായി ഇവർക്ക് 50 ലക്ഷത്തോളം രൂപ നഷ്ടമായത്. വീട്ടമ്മയ്ക്ക് നഷ്ടമായ തുകയിൽ നിന്നും 10 ലക്ഷം രൂപ കോഴിക്കോട് രാമനാട്ടുകര SBI ശാഖയിലെത്തി ചെക്ക് ഉപയോഗിച്ച് പ്രജിത പിൻവലിച്ച ശേഷം 2ാം പ്രതിയും സുഹൃത്തുമായ ഷാനൌസിക്ക് കൈമാറി. വീട്ടമ്മയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ക്രിമിനലുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഭീഷണിപ്പെടുത്തി അതിവിദഗ്ധമായാണ് പ്രതികൾ ഇത്രയും രൂപ തട്ടിയെടുത്തത്. IT കമ്പനിയിൽ ജീവനക്കാരിയായിരുന്ന ശാന്തി സാമിന്റെ ഭർത്താവ് സംസ്ഥാനത്തിന് പുറത്തും മക്കൾ ചെന്നൈയിലും ജോലി ചെയ്യുന്നു. ശാന്തി സാമിന്റെ പേരിലുള്ള 4ഓളം അക്കൗണ്ടുകളിൽ നിന്നും ലക്നൗ പോലീസ് ആണെന്നും CBI ആണെന്നും പലതരത്തിൽ കളവുകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം ഈ കാലയളവിൽ പല തവണകളിലായി ഇത്രയും തുക കൈമാറിയെടുക്കുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. ജൂൺ 19 രാവിലെ 8 മണിക്ക് ഇവരുടെ ഫോണിൽ വന്ന ഒരു കോളിലൂടെയാണ് വൻ സൈബർ തട്ടിപ്പിന്റെ തുടക്കമാകുന്നത്. ഹിന്ദി അറിയാവുന്ന വീട്ടമ്മയെ ഹിന്ദി ഭാഷയിൽ സംസാരിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പിനിരയാക്കിയത്. വീട്ടമ്മയുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിൽ നിന്നും പല തീയതികളിലായി ആകെ 49,03,500 രൂപയാണ് നഷ്ടമായത്. ഇടയ്ക്ക് 2 തവണകളിലായി 2,70,000, 1,90,000 എന്നിങ്ങനെ തുകകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ടുകൊടുത്ത് വിശ്വസ്തത നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുകകളും പിന്നീട് തട്ടിപ്പുകാർ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച് കൈവശപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.